അനേകം വ്യത്യസ്തതകൾ നിറഞ്ഞ 3.5 സെൻറ്റ് സ്ഥലത്തിന് അനുയോജ്യമായി 1600 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായി മറ്റനേകം പ്രത്യേകതകളുമായിട്ടാണ് ഈ സ്വപ്ന വീട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ചരിഞ്ഞ തൂണിൽ നിർമ്മിച്ച ഇതിൻ്റെ 2ാമത്തെ നില. വളരെ ബഡ്ജറ്റ് പ്ലാൻ ആയിട്ടാണ് ഇതിൻ്റെ പ്ലാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയായിരുന്നു ഈ വീടിൻ്റെ പഴയ രൂപം. അതായത് 800 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ 2ാമത്തെ നില എന്ന് പറയുന്നത് റിനോവേഷൻ വർക്കായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തത്. പഴയ മോഡലിലുള്ള ചരിഞ്ഞ മേൽക്കൂരയും ചരിഞ്ഞ സൺഷെയ്ഡും അങ്ങനെ പഴയ രീതിയിലുള്ള എല്ലാം മാറ്റിയതിനു ശേഷം പുതിയ കണ്ടംപററി രീതിയിലുള്ള ഡിസൈനാണ് ഈ 4 സൈഡിലും നൽകിയിരിക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും റൂബി കൺസ്ട്രക്ഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വ്യത്യസ്തമായൊരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ചരിഞ്ഞ തൂണിൽ ചെയ്ത വീടിൻ്റെ വിശേഷങ്ങളാണ്. സാധാരണ ഒരു വീടിൻ്റെ പില്ലർ ചെയ്യുമ്പോൾ അത് 90 ഡിഗ്രി ഇല്ലെങ്കിൽ തൂക്കായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു വീടിൻ്റെ നമ്മൾ പില്ലർ ചെയ്തിരിക്കുന്നത് ചരിച്ചാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പില്ലർ ചരിച്ച് ചെയ്യാനുള്ള കാരണവും അതിൻ്റെ സവിശേഷതകളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഉള്ളൂർ എന്ന സ്ഥലത്ത് പ്രശാന്ത് നഗറിലെ ഒരു വീടാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത്. ഈ വീട് എന്ന് പറയുന്നത് ആദ്യം ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ 800 സ്ക്വയർ ഫീറ്റ് വീടുണ്ടായിരുന്നു. ആ 800 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ 2ാമത്തെ റിനോവേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ മുകളിലത്തെ നില, അത് താഴത്തെ നില എന്ന് പറയുമ്പോൾ 800 സ്ക്വയർ ഫീറ്റ് വീടുണ്ടായിരുന്നു. അത് പഴയ രീതിയിലുള്ള ഓടിട്ട വീട് എന്നുള്ള രീതിയായിരുന്നു. അതിനെയാണ് റിനോവേഷൻ ചെയ്തിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മുകളിൽ വീണ്ടും ഒരു 800 സ്ക്വയർ ഫീറ്റോടെ കയറ്റി റിനോവേഷൻ ചെയ്ത് അങ്ങനെയാണ് ഈ വീട് ചെയ്യാനുള്ള കാരണം. ഈ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്ര ഏരിയ മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുകളിലത്തെ നില ചെയ്യുന്ന സമയത്ത് അവിടെ സ്പേസ് കുറവായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കേണ്ടതായ സാഹചര്യം വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം വന്ന് അവിടെ ചെവരില്ലാത്തത് കൊണ്ട് ഒരു കോളം കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. പക്ഷേ എല്ലാം ചെയ്ത് വന്നപ്പോഴാണ് കോളത്തിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായത്. അതായത് ഈ ഒരു ഫ്രണ്ട് ഏരിയ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഫ്രണ്ട് ഏരിയ ഫുള്ള് ഒരു സെപ്റ്റിക് ടാങ്ക് ആയിരുന്നു. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ഉള്ളത് കൊണ്ട് തന്നെ സെപ്റ്റിക് ടാങ്കിൽ നമുക്ക് ഈ ഒരു പില്ലർ നിർത്താൻ പറ്റത്തില്ല. ഇത് മുന്നേ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്തത് കൊണ്ട് ഇത് ക്യാൻഡിലറായിട്ട് ബീം കൊടുത്ത് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. ഒരു സൈഡിൽ 3 മീറ്ററും മറ്റേ സൈഡിൽ 2 മീറ്ററും വരുന്ന ഒരു കാൻഡിലിവർ പോർഷനാണ് ചരിഞ്ഞ തൂണിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻവശത്ത് 2 കാറിന് പാർക്കിംഗ് സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇത് നൽകുന്നുണ്ട്. ഈ വീടിൻ്റെ നിലവിൽ ചെയ്ത അനേകം പ്രത്യേകതകളുണ്ട്. നമുക്ക് ഈ വീടിൽ എന്തൊക്കെയാണ് പ്രത്യേകതകളുണ്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ചെയ്യാനുള്ള ബഡ്ജറ്റ് വീടാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ ഹാള് എന്ന് പറയുന്നത് മുന്നേ ഗ്രൗണ്ട് ഫ്ലോറിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിരുന്നതായിരുന്നു. ഇതിൻ്റെ സ്റ്റെയർകേസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയല്ല. നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അത് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷമാണ് പുതിയ ഒരു പൊസിഷനിൽ സ്റ്റെയർകേസ് അലൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാക്കി സിറ്റിങ്ങിനുള്ള പ്രൊവിഷൻ നമ്മൾ ഈ ഹാളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം.
ഇങ്ങനെ ഒരു ഡിസൈൻ സ്റ്റെയർ കേസിൽ നമുക്ക് പഴയ സ്റ്റെയർ കേസിൻ്റെ സ്ഥാനം നമുക്കതിൽ കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതിൻ്റെ മുകൾ വശത്തുള്ള ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്. അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ പുതിയ ഡിസൈൻ പ്രകാരം അനേകം സ്ഥലം സ്റ്റെയർ കേസിന് വേണ്ടി ഒഴിച്ചിടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഹാളിൽ തന്നെ കുറച്ച് കൂടുതൽ സിറ്റിംഗ് ഏരിയ നമുക്ക് ക്രമീകരിക്കാം. വിട്രിഫൈഡ് ഡബിൾ ചാർജ് ടൈലിൻ്റെ കോമ്പിനേഷനാണ് സ്റ്റെയർ കേസിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ റെയിലിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലസ് ഗ്ലാസിൻ്റെ കോമ്പിനേഷനാണ്. നമ്മളിപ്പോൾ റിനോവേഷൻ ചെയ്ത ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ പ്ലാനാണ് ഈ കാണുന്നത്. ഹാളിൻ്റെയും ഡൈനിങ് ഏരിയയുടെയും ഫ്ലോറിങ്ങിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 80 സെൻറ്റിമീറ്റർ ഇൻറ്റു 80 സെൻറ്റിമീറ്ററിൻ്റെ ഡിജിറ്റൽ ടൈൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ബാത്റൂമുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കോമൺ ബാത്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ നമ്മുടെ ഒരു ബാത്റൂമിൽ കൊടുക്കേണ്ട എല്ലാ ഫിറ്റിങ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഫ്ലോർ മൗണ്ടഡ് സിംഗിൾ പീസ് ക്ലോസറ്റ്, അതുകൂടാതെ തന്നെ അതിൻ്റെ ഷവർ യൂണിറ്റ്, ഈ വീടിൻ്റെ കട്ടിളയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന തടി എന്ന് പറയുമ്പോൾ പിൻകോടയുടെ തടിയാണ് നമ്മൾ കട്ടിളയ്ക്ക് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്മൾ വാതിലിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗണി തടിയാണ്. ഫ്രണ്ട് ഡോർ തേക്ക്. ഇതിൽ പിന്നെ നമ്മളിപ്പോൾ ഫിറ്റിങ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടി വി യൂണിറ്റിൻ്റെ ചെറിയ ഒരു ടി വിയുടെ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വാഷ് ബേസിൻ സ്റ്റാൻഡ്. പിന്നെ ഈ ഹാളിനകത്ത് വേറെ ഫർണിച്ചർ ഐറ്റംസൊന്നും നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് വർക്ക് കംപ്ലീറ്റ് ആക്കി ഹാൻഡ് ഓവർ ചെയ്ത് നിർത്തിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഫിറ്റിങ്സ് ഒന്നും നമ്മളിപ്പോൾ തന്നെ ഇതിൽ ചെയ്തിട്ടില്ലായിരുന്നു. ഇലക്ട്രിക്കലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫിറ്റിങ്സിന് ഉപയോഗിക്കുന്നത് ലെഗ്രാൻഡിൻ്റെ ഫിറ്റിങ്സാണ് ഇവിടെ ഫുൾ ഉപയോഗിച്ചത്. അതിൻ്റെ ബോക്സ് ആയിരുന്നാലും പിന്നെ അതിൻ്റെ സ്വിച്ച് ആയിരുന്നാലും. അതുകൂടാതെ വയറിങ്ങിനായിട്ട് നമ്മൾ എടുത്തത് ഫിനോലെക്സിൻ്റെ വയറായിരുന്നു. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ഗ്രാനൈറ്റിൻ്റെ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൾട്ടിവുഡിൽ തീർത്ത കിച്ചൺ കബോർഡ്, കിച്ചൺ കബോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടി ബോർഡ് ബ്ലാക്കിൻ്റെയും ഗ്രേയുടെയും ഒരു കോമ്പിനേഷനാണ് ഉപയോഗിച്ചത്. അതിന് 4 ബാസ്ക്കറ്റാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പ്ലേറ്റിൻ്റെ ബാസ്ക്കറ്റ്, പ്ലെയിൻ ബാസ്ക്കറ്റ്, കട്ട്ലറി ബാസ്ക്കറ്റ്, കപ്പ് ആൻഡ് സോസർ ബാസ്ക്കറ്റ്, അങ്ങനെ 4 ടൈപ്പാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്.
അതുകൂടാതെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഒരു എക്സ്ട്രാ തള്ള്, ഒരു ക്യാൻഡിലിവർ അടിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ പോലെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് കാണുന്നത് പോലെ ചെറിയൊരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 90 സെൻറ്റിമീറ്റർ തള്ളി കൊടുത്തിട്ടാണ് നമ്മൾ എക്സ്ട്രാ ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള പ്രൊവിഷനും അതിനുള്ള വാഷിംഗ് മെഷീൻ ടാപ്പും അതിൻ്റെ കണക്ഷനും നമ്മൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ കലക്കുന്നതെങ്കിൽ ആ വശത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമ്മളിപ്പോൾ ഈ കയറുന്ന ഈ റൂമിലാണെങ്കിൽ വളരെ ചെറിയൊരു റൂമായിട്ടാണ് കൊടുക്കാൻ പറ്റിയത്. ഈ റൂമിലാണ് നമ്മൾ ഒരു കോമൺ ബാത്റൂം ഒരു റൂമിൻ്റെ സ്പേസായിട്ട് നമ്മൾ എടുത്തത്. ആ സ്പേസിൽ നമ്മളൊരു ചെറിയൊരു അലമാര പോലെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് താഴത്തെ 800 സ്ക്വയർ ഫീറ്റ്, ഫസ്റ്റ് ഫ്ലോറിലെ 800 സ്ക്വയർ ഫീറ്റ് റെൻ്റ് ഔട്ട് ചെയ്യുന്ന പർപ്പസിനും കൂടെ കണക്കായിട്ടാണ് നമ്മൾ എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണൽ പുറത്തോട്ടൊരു സ്റ്റെയർ കേസ് കൂടെ കൊടുത്തിട്ട് അവിടെ നിന്നും കൂടി ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. അകത്ത് എൻട്രി ക്ലോസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തു കൂടി നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് പോലെയുള്ള പുറത്തൂടെ സ്റ്റെയർ കൂടെ ഒന്ന് കയറി നമുക്ക് മുകളിൽ ഹാളിൽ കയറാവുന്നതാണ്. നല്ല കൂപ്പ് തേക്കിൻ്റെ ഡോറാണ് നമ്മുടെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ മുകളിലത്തെ നിലയുടെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ എക്സ്റ്റേണൽ സ്റ്റെപ്പ് കയറി ടെറസിലേക്കാണ് പോകുന്നത്. ഈ ടെറസിൽ വേറെ ഒരു പ്രത്യേകതയില്ല, ജസ്റ്റ് ഒരു ടെറസായിട്ട് മാത്രം അവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ടാങ്കിൻ്റെ കേളചന്ദ്രയുടെ ടാങ്കാണ്, 1000-ൻ്റെ ടാങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ, ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ. ഇതാണ് ചരിഞ്ഞ തൂണിൽ ചെയ്ത വീടിൻ്റെ വിശേഷങ്ങൾ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വീടാണ്. ഈ വീടിനെക്കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ആഴ്ചത്തെ റൂബി കൺസ്ട്രക്ഷൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് നേരിട്ട് കാണാം. ബൈ ബൈ.